ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 9ാമത്തെ ദിവസത്തിൽ ഇന്ന് നടന്ന മോർണിംഗ് ടാസ്കും ഉച്ചവരെയുള്ള വിശേഷങ്ങളുമായിരിക്കും നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബോഡി ഷെയിം ടോക്കും ഉണ്ട്. അനു നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അനു കരഞ്ഞത് റെലവൻ്റ് ആയിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യത്തെ വിഷയമായിട്ടങ്ങ് അനുവിൻ്റെ വിഷയം തന്നെ പറയാം. ഇത് ബിഗ് ബോസ് പലപ്പോഴായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് തരാത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്, അവനവൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യരുതെന്നും ബിഗ് ബോസ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ഇതേ കാര്യം അവരോട് ചോദിച്ചു. അപ്പോൾ ജിസയിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതായത് എൻ്റെ ഒരു ഡ്രസ്സ് കീറിപ്പോയി, ഒരു ഡ്രസ്സ് കഴുകിയിട്ടിരുന്നു, ആ കീറിയ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ടായിരുന്നു ക്യാമറയിലൂടെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇന്നർ വെയർ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി സ്യൂട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് കവർ ചെയ്തുകൊണ്ട് അവർക്ക് മറ്റേ ടാസ്കിന് കൊടുത്ത കഴുത്തിൽ കൂടെ കെട്ടുന്ന മറ്റേ സൂപ്പർമാൻ്റെ പോലെയുള്ള ഡ്രസ്സിലെ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു സംശയം, ഇത് സത്യം പറഞ്ഞാൽ എന്താ ജിസയിൽ ഇതിപ്പോൾ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, ഇതിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഇതേ പേര് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഇവരെല്ലാം തർക്കം വീണു. അന്നേരം ജിസയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു, ബിഗ് ബോസിനെ തെളിയിക്കണമല്ലോ. അപ്പം ഇത് ഇവരെല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഡ്രസ്സിന് അത്ര ക്വാളിറ്റി ഇല്ല, അത് പിഞ്ചി പോകുന്നതാണ്. ഒന്നുകിൽ ജിസയിൽ നനഞ്ഞ ബോഡിയിലേക്ക് മറ്റേ ഡ്രസ്സ് വലിച്ചപ്പോൾ കീറിയതാകാം, അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം കീറിയതാകാം. എന്തുകൊണ്ടാണ് മനഃപൂർവ്വം കീറിയതാണെന്നുള്ള വിശ്വാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി കുറച്ച് ഒബ്സസ്ഡ് ആണ്. പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ്ങിലായാലും മേക്കപ്പിലായാലും കുറച്ച് ഒബ്സസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റേ സ്റ്റിച്ച് വിടുക, തയ്യൽ വിടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കീറിയതാണ്. ചിലപ്പോൾ മേളിക്കൂടെ വലിച്ചപ്പോൾ കീറിയതാവാം, അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ അനു ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതല്ലാതെ തന്നെ കീറിയതാണോ എന്നിങ്ങനെ ചോദിച്ചു. അത് ജിസേലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജിസയിൽ ഉടനെ തന്നെ അനുവിൻ്റെ അടുത്ത്, നിനക്ക് കുശുമ്പ, ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം കുശുമ്പ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞു, അനുവിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചു. അപ്പോൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എല്ലാവരും കൂടി അതങ്ങനെ പറയാൻ പാടില്ല, അനുവിന് വിഷമായി, നീ അങ്ങനെ പറയണ്ട, എനിക്ക് ഹൈറ്റ് ഇല്ലെന്നൊന്നും നീ പറയേണ്ട കാര്യമില്ല. അപ്പം അനുവിന് പണ്ടം കണ്ട് ഈ ബുള്ളിയും കിട്ടിയിട്ടുണ്ട്. ഈ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലും ഓഡിഷനൊക്കെ പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സങ്കടം പുള്ളിക്കാരിക്ക് പെട്ടെന്ന് വന്നോ 2-3 സെക്കൻഡ് തർക്കിച്ച് നിന്നിട്ട് പുള്ളിക്കാരി വേഗം പോയി കരയുക ചെയ്ത്. അപ്പോൾ അതിലെ നൂറ് എല്ലാവരും സംസാരിക്കേണ്ടത്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ ജിസയിൽ ഉടനെ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് ഹൈറ്റ് കൂടുതലുണ്ടായതിന് എനിക്ക് കുറച്ച് പാടായിരിക്കും, ഹൈറ്റ് കുറഞ്ഞവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഈ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ നോക്കി. എന്തൊക്കെയായാലും കയ്യിൽ നിന്ന് അങ്ങ് പോയി, അതങ്ങ് പറഞ്ഞും പോയി. അതെങ്ങനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് ജിസേലിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞത് അതിനൊരു നല്ലപോലെ വിഷമമായി. കാരണം വെച്ചാൽ ഇത് ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ എത്രയ്ക്കായാലും പണ്ടത്തെ ആ ഒരു സാധനം കയറി വരും, കളിയാക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് കയറി വന്നിട്ടുണ്ട്. അതായിരുന്നു ഇന്നത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇക്കാര്യത്തിൽ ഞാൻ അനുവിൻ്റെ കൂടെ കേട്ടോ, കാരണം ജിസേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ജിസയിൽ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, എനിക്ക് തോന്നിയൊരു കാര്യം ബിന്നി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിന്നി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഇന്നർ വെയർ ഇടാൻ ഇത്രയും ഗട്ട്സ് കാണിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കീറിയ ഡ്രസ്സ് ആ ഇന്നർ വെയറിൻ്റെ മേളിൽ കൂടി ഇട്ടുകൂടായിരുന്നു? കാര്യമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ മനഃപൂർവ്വം ഇടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും നമ്മളത് കീപ്പ് ചെയ്യാൻ നോക്കുമല്ലോ, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടി കേട്ടോ ഞാൻ അനുവിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അനുവിൻ്റെയും ബിന്നിയുടെയും ആ ഒരു ബിന്നി ചോദിച്ചതിനോടും ഈ ഒരു പ്രശ്നത്തെ അനുവിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എന്താ പറയുക മോർണിംഗ് ടാസ്ക് എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മോർണിംഗ് ടാസ്കിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്തു, ബിഗ് ബോസ് പിടിച്ച് ഇരുത്തി എല്ലാവരോടും പറയുക, നിങ്ങൾ 3 വട്ടം പരാജയപ്പെട്ടു ടാസ്ക് തരുമ്പോൾ. ആദ്യത്തെ വട്ടം കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു, 2ാമത്തെ വട്ടം ടൈം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, ടാസ്ക് 3ാമത്തെ വട്ടം റദ്ദാക്കി. അപ്പോൾ മൊത്തത്തിൽ നിരാശയാണ്. അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ. അത് ആക്ച്വലി മിഡ് വീക്ക് എവിക്ഷൻ അല്ല, അത് മിഡ് വീക്ക് സസ്പെൻഷനാണ്. അപ്പോൾ ഇവിടുന്ന് 2 പേരാണല്ലോ പോണത്, മിഡ് വീക്കിൽ 2 പേര് പോകും. ആ 2 പേരെ ക്യാമറയോ സൗണ്ടോ ഇല്ലാത്ത ഒരു റൂമിലേക്ക് ഒരു അജ്ഞാതവാസം പോലെ പാർപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നത് ഡെഡ് സോൺ എന്നുള്ള പേരിലാണ് പറയുന്നത്. ഇങ്ങനെ ഈ 2 പേര് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 1000 പോയിൻ്റാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ എല്ലാവർക്കും കിട്ടുക. ആളുകളുടെ എണ്ണം കുറയും, പോയിന്റ് കൂടും.
അങ്ങനെയാണ് ഈ ടാസ്ക് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ട്വിസ്റ്റ് ഉണ്ട്. അപ്പം ഇവർ എന്ത് ചെയ്യുക, ഈ 6 പേരാണല്ലോ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നേക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ രണ, അനീഷ്, രേണു, ശാരിക, സരിക, ഒനിയിൽ, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ചലഞ്ച് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് മോർണിംഗിൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിൽ ഓരോരുത്തരും നമ്മുടെ ബാക്കിയുള്ളവരിൽ നിന്ന് 2 പേരെ വീതം സെലക്ട് ചെയ്യുക. അപ്പോൾ ആ 2 പേരെ സെലക്ട് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള 2 പേരെ സെലക്ട് ചെയ്യുക. അപ്പം ഒരാൾ സെലക്ട് ചെയ്തവരെ മറ്റൊരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം 6 പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, രണ സെലക്ട് ചെയ്തത് ജിസേലിനെയും നമ്മുടെ ആര്യനെയും, ഷാരിക സെലക്ട് ചെയ്തത് ബിന്നിയെയും ആദിലെയും, ഒനിൽ സെലക്ട് ചെയ്തത് ഷാനവാസിനെയും അക്ബറിനെയും. അതെന്നെ ഞെട്ടിച്ചു കേട്ടോ. കാരണം രാവിലെയാണ് ഇവർ തങ്ങളെ മറ്റേ തെറിവിളിയൊക്കെ ആയിട്ട് ഇരുന്നത്, അപ്പം ഏറ്റുമുട്ടിയത്. അപ്പോൾ ഒനിയിലും മനഃപൂർവ്വം ഷാനവാസിനെ അക്ബറിനെ ഇട്ടതാണോ, ഇനി അല്ലാതെ ഇവരുടെ ഒരു മാൻ പവർ കണ്ടിട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഞെട്ടിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ഇട്ടിരുന്നത് ശരത്തിനെയും അനുവിനെയാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി, നല്ല നല്ല ആൾക്കാരൊക്കെ പോയിന്ന്, കുറച്ച് കായിക ബലമുള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറിപ്പോയത്. അപ്പം പിന്നെ ആര് പറയുന്ന ഒരു സെക്കൻഡിൽ ഒരു തോട്ട് വന്നു. പക്ഷെ പിന്നെ ആൾക്കാർ പറഞ്ഞു കേട്ടോ. പിന്നെ സരിക പറഞ്ഞത് നെവിനെയും അഭിലാഷിനെയാണ്, രേണു പറഞ്ഞത് ശൈത്യയും ബിൻസിയാണ്. അപ്പം ശൈത്യയും ബിൻസിയും കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു. നമ്മളെ സെലക്ട് ചെയ്തത് നമുക്ക് പെർഫോമൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ശൈത്യ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഇത്രയും പേരെ സെലക്ട് ചെയ്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞത്. ഇനി നേരെ പോകുന്നത് ഇവരുടെ മിഡ് വീക്ക് എവിക്ഷൻ. ഞാൻ എടുത്തു പറയുക, മിഡ് വീക്ക് എവിക്ഷൻ അല്ല, സസ്പെൻഷൻ. എടുത്തു പറയാന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെ പറഞ്ഞല്ലേ. ഓക്കെ, അതല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ. അതിൽ ഈ 2 പേരെ സഹായിക്കണം. അപ്പോൾ ഈ ടാസ്കിൽ കളിക്കാൻ പോണത് ഈ സഹായിക്കുന്നവരായിരിക്കും. ആ മറ്റേ ആർക്ക് വേണ്ടിയാണോ കളിക്കുന്നത് അവർ പ്രോത്സാഹനം മാത്രമായിരിക്കും കൊടുക്കുന്നത്. ഈ ടാസ്കിൽ മാത്രമാണോ ഇനി ഫ്യൂച്ചറിലുള്ള ടാസ്കിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ വേട്ട എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എല്ലാവരും കൂടി നമ്മുടെ മൈജിയുടെ റൂമിലേക്ക് പോകും. അവിടെ ഒരു മഡ്പിറ്റ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ 2 ബോക്സുകൾ, ഒന്ന് മറ്റേ അക്വേറിയം പോലെ ഒരു സാധനം, ഒരു ഇതിനകത്ത് കളർ വെള്ളം ഉണ്ടാവും. അതിനകത്ത് കുറേ കീസ് ഉണ്ടാവും. ആ കീസിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് ഇങ്ങനെ കുറച്ച് മാറി നിന്നിട്ട് അടുത്ത എന്താ പറയുക, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഇവർക്ക് മഡിലേക്ക് ഇറങ്ങാനുള്ള സേഫ്റ്റി ഗിയർ ബോക്സ് ആണ് അതുള്ളത്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ കണ്ണിൽ വെക്കാനുള്ളത്, കയ്യിൽ കെട്ടാനുള്ളത് എല്ലാം ഉണ്ടാവും. അതിട്ടിട്ട് മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാം, മഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവരിൽ ആരാണ് കീ എടുക്കുക തുറക്കുക എന്നുള്ളത് ഈ 2 പേർക്ക് സെലക്ട് ചെയ്യാം. അപ്പം ആരൊക്കെ ഇറങ്ങുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, കീ എടുക്കാൻ ജിസേല് കീ എടുക്കാൻ നിന്നു, ആര്യൻ പോയി മഡിൽ ഇറങ്ങാൻ വേണ്ടി നിന്നു, ശരത്ത് കീ എടുക്കാൻ നിന്നു, അനു മഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഷാനവാസ് കീ എടുക്കാൻ, അക്ബർ മഡിൽ ഇറങ്ങാൻ, ബിന്നി അതേപോലെ കീ എടുക്കാൻ നിന്നു, ആദില കീ എടുക്കാൻ, പിന്നെ വന്നിട്ട് ബിൻസിയും കീ എടുക്കാൻ. അതിൽ ആദില, നെവിൻ, ശൈത്യ ഇവരൊക്കെ എന്ത് ചെയ്തു, മഡിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ശൈത്യക്ക് നാക്കാണെന്ന് ഞാൻ ആലോചിച്ചു. ശൈത്യക്കൊക്കെയാന്ന് തോന്നുന്നു പെട്ടെന്ന് കീ കിട്ടി തുറന്നു. അത്രയും കീഴടിക്കാൻ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റിൽ തന്നെ കീയിട്ട് തുറന്നു. ശൈത്യ ബിൻസിയോട് പറഞ്ഞു എന്ന് തോന്നുന്നു. ശൈത്യ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചു. ദൈവത്തിൻ്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ശൈത്യ ബിൻസിയോട് പറഞ്ഞ കീ ഞാൻ ബിന്നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിൻസിയും ശൈത്യമാണ് കേട്ടോ ടീമായിട്ട്. അപ്പോൾ ബിൻസിയാണ് കീ എടുക്കുന്നത്, ശൈത്യയാണ് മഡിൽ ഇറങ്ങുന്നത്. അപ്പം ശൈത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയോട് ഈ കീ എടുക്കാൻ പറഞ്ഞു, ബിന്നിയോടല്ല ബിൻസിയോട് കീ എടുക്കാൻ പറഞ്ഞു. ബിൻസി ആ കീ എടുത്തോണ്ട് വന്ന് പെട്ട് പറഞ്ഞാൽ അവർ ആദ്യം ഇറങ്ങി. പക്ഷെ ഇതിൽ അബദ്ധം പറ്റി അനീഷിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയത് ശരത്തും നമ്മുടെ അനുവായിരുന്നു. ശരത്തിന് എത്ര കീ എടുത്തിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2 സെക്കൻഡ്സിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, 2 സെക്കൻഡ്സ് റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ അതിനകത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ എന്തായാലും ഇറങ്ങിയപ്പോഴത്തേക്കിനും തന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഡിൽ ഞാൻ പറഞ്ഞില്ലേ, മഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഗോൾഡ് വാഷറില്ലേ, അത് ഗോൾഡ് കളറുള്ളത് മഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അത് ഇവരതിൽ നിന്ന് എടുക്കുക. അതാണ് ടാസ്ക് വരുന്നത്. അങ്ങനെ ആ ടാസ്കിൽ
അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷിന് അറിയാം. അനീഷ് അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളിത് ടാസ്ക് കറക്റ്റായിട്ട് കേൾക്കുക, നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങൾ 100% ഇതാക്കുക, കിട്ടുമോ കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്നു. രണയ്ക്ക് കിട്ടിയത് 15 കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനീഷിന് 3, രേണുവിന് 13, സരികയ്ക്ക് 14, ശാരികയ്ക്ക് 9, ഒനീലിന് 12. അപ്പോൾ ഇവരുടെ പോയിന്റ്സും കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതിനനുസരിച്ച് ഇനി ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും കുറവുള്ള 2 പേരായിരിക്കണം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ രണയ്ക്ക് കിട്ടിയത് 6 പോയിന്റ്സ്, സരികയ്ക്ക് കിട്ടിയത് 5 പോയിന്റ്സ്, രേണുവിന് കിട്ടിയത് 4 പോയിന്റ്സ്, ഒനീലിന് കിട്ടിയത് 3 പോയിന്റ്സ്, ശാരികയ്ക്ക് 2, അനീഷിന് 1. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ഫ്യൂച്ചർ ടാസ്കുകൾ വന്നാലേ അറിയത്തുള്ളൂ ആരാണ് ഇനി പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം കീ എടുക്കാനുള്ള ഒരു വെപ്രാളവും കാര്യങ്ങളും, പിന്നെ മടിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാവുന്ന ഒരു പരിപാടിയും കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം ചെളിവാരി എറിഞ്ഞതല്ലോ കേട്ടോ, അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ആര്യൻ ഇങ്ങനെ ചെളി എങ്ങാണ്ടാക്കിയപ്പോഴത്തേക്കിനും മറ്റേ നമ്മുടെ ബിന്നിയുടെ ദേഹത്തെ കണ്ടുവിടും. അപ്പോൾ 2-3 തുള്ളിയെ കണ്ടുവിടും. അപ്പം ബിന്നി പറഞ്ഞു, നീ മനഃപൂർവ്വം ചെയ്താന്നുള്ള രീതി പറഞ്ഞു. അപ്പം അങ്ങനെയല്ല, മട്ടിലിറങ്ങുമ്പം പറ്റും. പിന്നെ അതിൻ്റെ കീഴിലേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ചെളി തെറിക്കാതൊന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ആര്യം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്താലും ഞാൻ സോറി പറയില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അത് ആക്സിഡൻ്റലി ആരും മനഃപൂർവ്വം ചെയ്യാനില്ല. അതിന് ബിന്നി ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇതായതായിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നത്. അപ്പോൾ ഈ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് ജസ്റ്റ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ പുറകെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.